നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന തോരനിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2 തരം ചീരത്തോരനാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഈ 2 തരത്തിലുള്ള തോരനും എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ ചീരത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കെട്ട് ചീര നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഒരുപാട് വലിയ കെട്ടൊന്നല്ല, ചെറിയ 2 കെട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചീര ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പൊട്ടറ്റോ ഇടുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ പൊട്ടറ്റോ ഇടുമ്പോൾ നമ്മുടെ ചീരത്തോരന് ഒന്നുകൂടി ടേസ്റ്റ് കൂടുകയുള്ളൂ. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. ചീരയിലേക്ക് അധികം എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജീരകം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ ജീരകം ഇടുമ്പോഴാണ് നമ്മുടെ തോരന് ടേസ്റ്റ് കൂടുക. ഇപ്പോൾ ജീരകവും കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ജീരകമൊക്കെ അതുപോലെ ചുമന്ന കളറായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയൊരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തോളൂ. ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 3ഉം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും വഴറ്റണ്ട, എന്നാലും ആ സവാളുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റുക. ഇപ്പോൾ സവാളുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പ്, ഒരുപാട് ഉപ്പ് വേണ്ട, ഇതുപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ആ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നേരെ മിക്സ് ആയിട്ടുണ്ട്. മസാലയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇവിടെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ, ആ പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പൊട്ടറ്റോ ഇട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. വെള്ളം ഒഴിക്കാതെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് ഉപ്പിടാൻ പറഞ്ഞത് ഈ പൊട്ടറ്റോയിലേക്ക് മാത്രമുള്ള ഉപ്പാണ് കുറച്ച് ഉപ്പിടാൻ പറഞ്ഞത്. ഇപ്പം പൊട്ടറ്റോ ഒക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ അടുക്കി പിടിച്ചിട്ട് കരിഞ്ഞു പോവുകയുള്ളൂ. അധികം എണ്ണയൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അത് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ടായി പോകണം. ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഈ പൊട്ടറ്റോയിൽ ഉപ്പും മസാലയൊക്കെ പിടിച്ചുകൊണ്ട് പൊട്ടറ്റോ കഴിക്കാനും നല്ല ടേസ്റ്റ് ആവും. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ ചീരയിലേക്കുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചീര ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നേരെ മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചീരയും കൂടി ഇട്ടിട്ട് നേരെ മിക്സ് ചെയ്യുക. അടിയിൽ ഉപ്പിട്ട് കൊടുക്കാൻ മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അടിയിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. ഇപ്പോൾ ചീരയൊക്കെ ഇട്ടതിന് ശേഷം നേരെ മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ആ പൊട്ടറ്റോന് മസാലയും ഉപ്പൊക്കെ ചീരയിൽ നേരെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ചീരയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, പാകത്തിനേ വെന്തിട്ടുള്ളൂ. ഇതുപോലെ പൊട്ടറ്റോയും ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ തോരന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ നന്നായിട്ട് ഉലർന്ന് കിട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഇത് തികയില്ല, 1 പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കയ്യിനൊരു 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഊരിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുക. പിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് ആ കറിവേപ്പിലയുടെയൊക്കെ സ്മെല്ല് തോരനിൽ നന്നായിട്ടുണ്ടാവുക. ലാസ്റ്റിൽ ഇതുപോലെ പിച്ചിടുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്യുക. ചീരയിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നേരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തോരനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ അധികമൊന്നും വേണ്ട, അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ലാസ്റ്റിലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. തോരൻ ഇതുപോലെ നല്ല ഉലർന്ന തോരനായിരിക്കണം. ഇതുപോലെ ഉലർന്ന തോരനാകുമ്പോഴാണ് നല്ല ടേസ്റ്റും ഉണ്ടാവുക. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തെ തോരനും ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കെട്ട് ചീരയാണ് നന്നായിട്ട് കഴുകിയതിന് ശേഷം
നേരത്തെ അരിഞ്ഞ പോലെ, ആദ്യത്തെ തോരൻ അരിഞ്ഞ പോലെ തന്നെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഇനി വലിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്കൊരു ചെറിയൊരു സവാള പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാളയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളിയും ചേർക്കാം. ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ തോരന് ടേസ്റ്റ് കൂടുകയുള്ളൂ. 3 പച്ചമുളകും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുത്തോളൂ. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇപ്പോൾ കുട്ടികൾക്ക് കടിക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ അത് ചീരയിൽ കടിക്കൊന്നുമില്ല. ഇനി ഇതിലേക്കൊരു 2 പിടി തേങ്ങ ചിരവിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഈ ചീരയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഇതുപോലെ കൈകൊണ്ടൊന്ന് തിരുമ്മിയെടുക്കുക. സ്പൂണിനെക്കാട്ടിലും കൈകൊണ്ട് തിരുമ്മുന്നതാവും കൂടുതൽ നല്ലത്. ഇപ്പം ഇത് നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തിരുമ്മിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചീര ഉണ്ടല്ലോ, ആ ചീര ഇതുപോലെ കുറച്ചായിട്ട്, മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടാൽ നേരെ പോലെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ചായിട്ട് ഇട്ടിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരുപാട് അമർത്തി തിരുമേണ്ട ആവശ്യമില്ല. ഉള്ളിയൊക്കെ തേങ്ങയൊക്കെ തിരുമിയ പോലെ അമർത്തി തിരുമേണ്ട. ഇതുപോലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഉള്ളിയും തേങ്ങയൊക്കെ ആ ചീരയിൽ നേരെ മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട. ഒഴിച്ചതിന് ശേഷം ഇത് ഇതേപോലെ പാനൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ചുറ്റിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചീര ഉണ്ടല്ലോ, ആ ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പാൻ ചുറ്റിക്കാൻ പറഞ്ഞ എണ്ണ എല്ലായിടത്തും ഒരേപോലെ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. ചീര ഇട്ടതിന് ശേഷം ഇതൊന്ന് നേരെ മിക്സ് ചെയ്യുക. എണ്ണയിൽ ചീര നേരെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചീരയൊക്കെ നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ചീരയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകണ്ട. ഇനി നേരെ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഈ ചീര ഒരു സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഇവിടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്കൊരു 2 മുട്ട ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുട്ട ഒഴിച്ചതിന് ശേഷം ആ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതാണ്ട് ഒരു പിഞ്ച് അതുപോലെ ഉപ്പൊന്ന് വെതറി കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്കൊന്ന് വെതറിയതിന് ശേഷം ഈ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. മുട്ട ഇതേപോലെ അങ്ങോട്ട് ചീരയിൽ കൂടെ കൂട്ടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കരുത്. ചീരയിൽ കൂടെ കൂട്ടി ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് നേരെ വേവില്ല. ഇനി വെന്ത് കഴിഞ്ഞാൽ തന്നെ മുട്ടയുടെ ഒരു പച്ചച്ചുവ ഉണ്ടാവും. അപ്പം മുട്ട മാത്രം ഇതേപോലെ ഒന്ന് ചിക്കിയെടുത്താൽ മതി. മുട്ട നന്നായിട്ട് വെന്തതിന് ശേഷമാണ് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം മുട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കൊത്തിയിട്ട് ചെറിയ പീസസ് ആക്കണ്ട. ഇതുപോലെ കുറച്ച് കഷ്ണം നമുക്ക് കടിക്കാൻ വേണം. ഇനി നമുക്ക് ആ പാന് നേരെ വെച്ചിട്ട് ചീരയെ കൂടെ ഇട്ടിട്ടൊന്ന് നേരെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചീരയിലെ വെള്ളമൊക്കെ വറ്റി നേരെ നീര് വലിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല. ഇനി നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ 2 തരത്തിലുള്ള ചീരത്തോരനും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.